ഗുണം ഒരാൾക്കുണ്ടാകുന്നത് അയാൾ പൂർവജന്മ വാസനകളോടുകൂടി ജനിക്കുമ്പോൾ അയാളിൽ സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളുണ്ടാവും. ആ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വ്യക്തി രൂപാന്തരപ്പെടുന്നത്. ഇത് ബ്രിട്ടീഷുകാരുടെ മുമ്പ് ഇത് കൃത്യമായി ഓടിയിരുന്നു. ഇത് തമ്മിൽ കലർന്നിരുന്നില്ല. ഇതിന്റെ അകത്ത് ബൗദ്ധികമായി ഏറ്റവും ഉയർന്നിരുന്നത് വേദങ്ങൾ പഠിക്കുന്നത് കൊണ്ടും ചെയ്യുന്ന കർമ്മങ്ങൾ ആധ്യാത്മികങ്ങളായതുകൊണ്ടും ബൗദ്ധിക തലത്തിൽ സൂക്ഷ്മത ബ്രാഹ്മണനുണ്ടായി. ഇന്ത്യയിൽ ഉടനീളം നോക്കിയാൽ ബ്രാഹ്മണ്യം ഉയർന്നു നിൽക്കാനുള്ള കാരണങ്ങളിൽ ഒന്നതാണ്. പക്ഷേ ഇത്രയും ഉയർന്നു നിന്ന ബ്രാഹ്മണ്യത്തെ അതിന്റെ ഉയർച്ചയിൽ ബഹുമാനിച്ചുകൊണ്ട് ബാക്കി ആളുകൾ നിന്നത് അവർ മറ്റ് കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കാനാണ്. ബ്രാഹ്മണൻ ക്ഷാത്രത്തിന്റെ കർമ്മങ്ങളിലേക്കോ വൈശ്യകർമ്മങ്ങളിലേക്കോ ശൂദ്രകർമ്മങ്ങളിലേക്കോ പ്രവേശിക്കാതിരിക്കാൻ നോക്കേണ്ടത് ബ്രാഹ്മണ്യത്തെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും ബ്രാഹ്മണ്യത്തെ സനാതനമായ മൂല്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനും വേണ്ടി മറ്റുള്ളവർ കാവലാളായി നിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. രാജാക്കന്മാർക്ക് അവരെ ഉപയോഗിച്ച് തെറ്റായ ഒരു മാർഗത്തിൽ കൊണ്ടുപോകേണ്ട ആവശ്യം പൗരാണിക കാലത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്ഷാത്രത്തെയോ വൈശ്യത്തെയോ ശൂദ്രത്തെയോ അതിക്രമിക്കുന്നതിന് ബ്രാഹ്മണ്യം തയ്യാറായില്ല. അതുകൊണ്ട് കൃത്യമായി വേദങ്ങൾ നിലനിർത്തുവാനും അതുകൊണ്ട് കൃത്യമായി വേദപാഠങ്ങൾ നിലനിർത്തുവാനും ബ്രാഹ്മണ്യത്തിന് കഴിഞ്ഞു. പക്ഷെ ബ്രിട്ടീഷുകാരുടെ ആഗമനത്തോടെ ഇതിന്റെ താളം മാറി. ഇതൊക്കെ കാണണമെങ്കിൽ ആ പ്രദേശങ്ങളിൽ നമ്മൾ പോയി സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ മതി. ഇന്ന് അവരെ അധസ്ഥിത വർഗമായിട്ടാണ്, പട്ടികവർഗം എന്ന നിലയിലാണ് കാണുന്നത്. അവർക്കൊന്ന് വനത്തിൽ കയറി യാതൊന്നും എടുക്കാൻ സ്വാതന്ത്ര്യമില്ല. അവരുടെ സംസ്കാരത്തെ കടന്നാക്രമിക്കുകയാണ് പൂർണ്ണമായും. അപ്പൊ ഇതെല്ലാം വന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലുമല്ല, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ. അപ്പൊ നിങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കാൻ തയ്യാറാകുമെങ്കിൽ ബ്രിട്ടൻ ആദ്യമായി ചെയ്ത അനന്തപുരുഷ മഹായജ്ഞത്തിലെ അനന്തപുരുഷന്റെ ശിരസ് മുറിച്ചുകൊണ്ട് ബ്രാഹ്മണ്യത്തെ എല്ലാ മേഖലയിലും ഭൗതികമായ ആർത്തി മാത്രമല്ല, അവർക്ക് വ്യവസ്ഥാപിതമായ ജീവിതമില്ലാതാക്കി. എന്തിന് കൃത്യമായി ശൗചാദികൾ നടത്തുന്ന ബ്രാഹ്മണൻ പോലും കുറഞ്ഞു. അത് തൊഴിലിലേക്ക് ബ്രാഹ്മണ്യം പോയി കഴിഞ്ഞപ്പോൾ തൊഴിലില്ലാത്ത ബ്രാഹ്മണനും തൊഴിൽ ചെയ്യുന്ന ബ്രാഹ്മണനെ അനുകരിക്കാൻ തുടങ്ങി. ആംഗലേയ ഭാഷയിൽ ബ്രാഹ്മണ്യത്തിന് അതിയായ മതിപ്പുണ്ടായി. ആംഗലേയ സമ്പ്രദായങ്ങളോട് അതിയായ ഔത്സുക്യം തോന്നി. ഇന്ത്യൻ ബ്രാഹ്മണ്യം എവിടെ നിങ്ങൾ എടുത്താലും ചുണ്ടിലൊരു സിഗരറ്റും നാവില് ആംഗലേയ ഭാഷയും ഇല്ലാത്തവനെ കണ്ടുകിട്ടാൻ പ്രയാസമായി തീർന്നു. അവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. അതായത് അതുവരെ ക്ഷാത്രം ചെയ്തിരുന്ന ജോലിയിലേക്ക് ബ്രാഹ്മണ്യം കയറി. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴില് ഭരണരംഗം മുഴുവൻ ബ്രാഹ്മണ്യം കീഴടക്കി. ബ്രിട്ടീഷ് ഭരണം അവനെ സ്വീകരിക്കുകയും ആനയിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനൊരു അബദ്ധം വരുമെന്ന് ബ്രാഹ്മണ്യത്തിന് തോന്നലുണ്ടായി കാണുകയല്ല. നിഷ്കളങ്കമായി ബ്രിട്ടീഷുകാരോടൊപ്പം രാജ്യഭരണത്തിന്റെ ഭാഗമാകുന്നു എന്ന മട്ടിൽ പോയതായി. അത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് പൂജ ചെയ്യലും വെപ്പുപണി ചെയ്യലും അത് കഴിഞ്ഞ് ദിവാനായിരിക്കലും അതുപോലെ തന്നെ പൂജ ചെയ്യലും വെപ്പുപണി ചെയ്യലും ക്ലർക്കായിരിക്കലും പൂജ ചെയ്യലും വെപ്പുപണി ചെയ്യലും മറ്റുള്ളതാകുകയും ചെയ്യുമ്പോൾ അവന്റെ പൂജയോ അല്ലെ മറ്റു കാര്യങ്ങളോ സെക്കൻഡറി ആയിട്ട് മാറും. അപ്പോൾ ബ്രാഹ്മണ്യം എല്ലാ രംഗത്തിലേക്കും കയറിയപ്പോൾ മറ്റുള്ളവർക്ക് സ്ഥാനനഷ്ടം ഉണ്ടായില്ല. ഇന്ത്യൻ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ചെയ്തു വെച്ചതിന്റെ തുടർച്ചയാണ് നമ്മൾ ഇന്നും കാണുന്നത്. ബ്രാഹ്മണ്യത്തെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ബ്രാഹ്മണ്യത്തിലേക്ക് കടക്കാൻ ഇതര സമുദായങ്ങൾ കരുതുകൊണ്ട് തന്നെ. കാരണം ഇപ്പോൾ ഉപനയനം എല്ലാവർക്കും കൊടുക്കുവാൻ പല ആചാര്യന്മാരും രംഗത്തേക്ക് വരികയാണ്. പുതുതായി ഉപനയനം ഇല്ലാതിരുന്ന ഭ്രാത്യന്മാർ, ഉപനയനമേ തീരെ ഇല്ലാതിരുന്ന മറ്റ് സമുദായങ്ങൾ, ഇവരെയൊക്കെ വിളിച്ചു കൂട്ടി പൊതുവായി ഉപനയനം കൊടുക്കുക, വേദം പഠിപ്പിക്കുക, അതൊക്കെ പഠിക്കാൻ ഇവർ ആഗ്രഹം പ്രകടിപ്പിക്കുക. പക്ഷെ ഇവരൊക്കെ പഠിക്കുമ്പോഴും ബ്രാഹ്മണൻ ഇത് സൂക്ഷിച്ചതുപോലെ സ്വന്തമെന്ന് സൂക്ഷിക്കാൻ, സ്വന്തമെന്ന നിലയിൽ അനുഷ്ഠാനം നിത്യമായി കൊണ്ടുപോകാൻ എത്ര കഴിയുന്നു എന്നുള്ളത് പരിശോധിക്കാതിരിക്കും. അപ്പൊ ബ്രാഹ്മണ്യത്തിൽ നിന്ന് വിട്ട് ഇതര സമുദായങ്ങൾ ഈ രംഗത്തേക്ക് വന്നത് തന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മണ്യം മറ്റുള്ളവരുടെ മുഴുവൻ കൈയടക്കി കഴിഞ്ഞു. ഏതെങ്കിലും ഒരു നമ്പൂതിരി, ഏതെങ്കിലും ഒരു അയ്യര് തനിക്കറിയാവുന്ന വേദഭാഗം ദയാനന്ദ സരസ്വതി സ്വാമികൾ തുടങ്ങിവെച്ച പ്രസ്ഥാനത്തിന്റെ ആര്യസമാജത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന ഒന്നങ്ങനെ ഞാൻ വൈദികനാണ്, ഞാൻ വേദം പഠിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ആളുകൾ ഒട്ടനവധി. അപ്പൊ ഇവരെല്ലാം
സമാന്തരമായ ഒരു ബ്രാഹ്മണ്യത്തെ രൂപപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നത് ബ്രാഹ്മണ്യം വെടിഞ്ഞു പോയി എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇത് വളരെ യാഥാസ്ഥിതിക ബോധത്തോടുകൂടി തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഏറ്റവും എളുപ്പം ബ്രാഹ്മണ്യം അതിന്റെ ബൗദ്ധിക തലത്തിൽ തിരിച്ചു പോവുക എന്നുള്ളത് വന്നാലാണ് ഈ തല നേരെയാണ്. അപ്പൊ ഈ തല നേരെ നിൽക്കാതെ വന്നപ്പോൾ തലയുടെ സ്ഥാനത്തിരുന്നതെല്ലാം കൈയിലേക്ക് മാറി. തല കൈയായാൽ എന്താവും, തല കാലായാൽ എന്താവും? അപ്പൊ ശൂദ്രന്റെ പണിയും വൈശ്യന്റെ പണിയും ക്ഷത്രിയന്റെ പണിയും ബ്രാഹ്മണൻ ചെയ്യാൻ തുടങ്ങി. അവർ അവിടുന്ന് ഓടിക്കപ്പെട്ടു. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടന്നതാണെങ്കിൽ ഇന്ന് നടക്കുന്നതും അത് തന്നെ.